കോഴി മുട്ടയിട്ടു അവിടെ ആയിട്ടുണ്ട്. അവിടെ ഉണ്ട്. ഇത് എൻ്റെ റൂമിൽ നിന്ന് കാണാൻ പറ്റും. നോക്കിയാൽ മുട്ട. അപ്പോൾ ഞാൻ മുട്ട കാണിച്ചു തരാം. എൻ്റെ തൊണ്ട അടഞ്ഞിരിക്കുന്നതാണ്. മുട്ടയിട്ട പുതിയ മുട്ട, രണ്ടാമത്തെ മുട്ടയാണ് ഇന്ന് രണ്ടാമത്തെ. ഇന്നലെ ഒരെണ്ണം ഉണ്ടായിരുന്നു. കണ്ടോ ബോയ്സ്, ചെറിയ മുട്ട. ഇതിപ്പോൾ കാടമുട്ടനെക്കാട്ടും ചെറുതായിട്ടിരിക്കുന്നു. ഇവിടെ ഇരുന്നുകൊണ്ട് ഇപ്പോൾ ഈ ഇലയെല്ലാം നിന്നുകൊണ്ടിരിക്കേണ്ട. മുട്ട എടുത്തേക്കാം നമുക്ക്. നിനക്ക് വേണ്ടി ഞാൻ മേടിച്ചോണ്ട് വന്നേ, തുടരുത്. ഇത് 2 മുട്ട ബോയ്സ്, 2 മുട്ട. ഇത്ര വില കൂടിയ മത്തിക്ക് വില അറിയാം നിനക്ക്. എന്നിട്ട് നിനക്ക് വേണ്ടി മേടിച്ചതായിട്ട് ഞാൻ പറയാതെ തിന്നു കടന്നി. നമ്മുടെ പൂവനും മീൻ കഴിക്കും അവനെ വന്നിരിക്കുന്നത്. നിനക്ക് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അവിടെ മാറിക്കാൻ പറ്റില്ല. നിനക്ക് എന്താ കടിക്കണം നീ. തരുവാടാ എന്നാ വേണ ഓ ഷാണ വേണ്ട കളിക്കുന്ന കണ്ടതായിട്ട് അല്ലേ. എന്റെ കൈ കടി ബസ് തോടനാ പടേगा तब खाएगा. മുറിച്ചപ്പോൾ കഴിക്കുന്നുണ്ട്. എൻ്റെ കൈ വെച്ച് തന്നെ മുറിച്ച് കൊടുക്കണമെന്ന്. പക്ഷേ ഇന്നത്തെ ഫുഡ് എന്താണെന്ന് കാണിച്ചു തരാൻ കുറേ നാളായില്ലേ. ചോറും ഫിഷ് ഫ്രൈയും ഫിഷ് കറിയും അതേ ഉള്ളൂ മെയിൻലി. മിക്കപ്പോഴും ഇതൊക്കെ തന്നെയാണ്. പിന്നെ സൈഡിലായിട്ടൊരു പച്ചക്കറി ഉണ്ട്, അധികം കാണിക്കുന്നില്ല. എന്നുവെച്ചാൽ ലേഡീസ് ഫിംഗറിൻ്റെയാണ്, അത് നമുക്ക് വേണ്ട. വെണ്ടയ്ക്കൊന്നും നമുക്ക് ഇഷ്ടമല്ല. പിന്നെ തൈരും അച്ചാറും കൊടുത്താ ഞാൻ ഫുഡ് കഴിക്കാൻ നീ വരുന്നതിനാ. ഓക്കെ, ഓൺലൈൻ ട്രിപ്പ് 1 വർഷമായി തുടങ്ങി. കഴിഞ്ഞ നവംബറിൽ പറഞ്ഞു തുടങ്ങിയത്. ഇപ്പം ഇത്ര മാസം 1 വർഷം ആയില്ല ആകും. അപ്പോൾ ഇത് അടുത്ത പ്രൊഡക്റ്റ് അതിന് വേണ്ടി. ബോയ്സ്, ദിസ് ദ എക്സ്റ്റെൻഡബിൾ ബ്ലോഗ് ട്രൈപോഡ്. കുറച്ചേറെ വലിപ്പം തോന്നല്ലേ. ഇത്ര വലിപ്പം വേണ്ടായിരുന്നു. ഐഫോൺ വെച്ച് വ്ളോഗ് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. വ്ളോഗല്ല, ലൈവ് സ്ട്രീം. അപ്പോൾ അതിനകത്ത് അതിൻ്റെ പൊക്കത്തായിട്ട് കെട്ടി വെക്കാൻ വേണ്ടിയാണ്. എന്നുവെച്ചാൽ ഈ വടിയുടെ പൊക്കത്തായിട്ട് വേറെ കുറച്ച് സാധനങ്ങളുണ്ട്. ഫോൺ മാത്രമല്ലല്ലോ. അപ്പോൾ അതിന് എന്തെങ്കിലും പിടുത്തം വേണം. കുറച്ച് വലിപ്പം കൂടുതലാണ് സത്യം പറഞ്ഞു. എനിക്ക് ഇത്രയും മതിയായിരുന്നു. ഇത്രയും നീളം വേണ്ടായിരുന്നു. ഓ ഡാം, ദാറ്റ്സ് ഗുഡ്. That's actually good. So it's sort of like a tripod as well, so it's good. You can mount camera as well as iPhone. ഇപ്പോൾ ഞാൻ സ്റ്റാൻഡേ പിടിച്ചിരിക്കുകയാണ്. എങ്ങനെയുണ്ട്? നമ്മുടെ പൂവൻ അവിടെ ഇരിക്കുന്നു. അമ്മതേ കടയിലോട്ട് പോകുന്നു. അപ്പോൾ ഇത് ഈ സാധനം ഇതിൻ്റെ പൊക്കത്തോട്ട് ഇങ്ങനെ ഇവിടെ സെറ്റാക്കി എടുക്കണം. അതാകുമ്പോൾ ഇതൊക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ബോയ്സ്, നമ്മുടെ ജോസഫ് എത്തി അവൻ്റെ വണ്ടിയായിട്ട്. ഇത് അതേ വണ്ടിയാണ് കഴിഞ്ഞിട്ട് ഇഷ്യൂസ് മാത്രമാണെന്ന് പറഞ്ഞ വണ്ടി. ഇത് AC ഇപ്പം റെഡി ആയിട്ടില്ല. റെഡിയാക്കിയിട്ടാകുന്നില്ല. സുമതിയുടെ ഓരോരോ കളികള് അവിടെ ഇപ്പം വന്നവരെ. എവിടെ? ഇപ്പം നമ്മള് പോകുന്ന ക്ലബിലെ ഉള്ളവരെല്ലാം 50-55 കിലോ ഉള്ളവരാ. നല്ല അടി കിട്ടുന്നത്. എന്നെയൊക്കെ ചുമ്മാ അടിക്കും. സ്ട്രോങ് ചേട്ടായിക്ക് പിടിക്കാൻ പറ്റും. ഫുള്ള് പൊക്കം കിട്ടും. ഇപ്പം ഞാൻ ഏറ്റവും വീക്കസ്റ്റ് കിടന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ്. മസിൽ മാസൊക്കെ ഉള്ളതൊക്കെ പോയി ചബ്ബിയായി. ഏറ്റവും ബെസ്റ്റ് പോയിന്റ് അല്ല ഒരു ആം റെസ്ലിംഗ് പിടിക്കുക. പക്ഷേ ആം റെസ്ലിംഗ് എനിക്ക് ഞാൻ കുറച്ചുകൂടി വെയിറ്റ് എടുത്തിട്ട് ആം റെസ്ലിംഗിന് വെയിറ്റ് എടുത്ത് ചെയ്താൽ എനിക്ക് പിന്നെയും പിടിക്കുക. ഞാൻ ഓൾറെഡി 30 കിലോയുടെ ബൈസ് ചെയ്യുന്നതാണ്. പിന്നെ കുഴപ്പമില്ല. 30 കിലോയ്ക്ക് ബൈസ് ചെയ്യുമോ? സിംഗിൾ ഹാൻഡാ? അതെ, അല്ലാതെ 2 ഹാൻഡ് ചെയ്യും. ഇപ്പൊ നമുക്ക് എന്തായാലും എഡിറ്ററിനെ ഒന്ന് റിലേഷന് പിക്ക് ചെയ്യാം. ഏട്ടാ അവനെ കൊണ്ടുവരാം. പിന്നെ തിങ്കളാഴ്ച നമുക്ക് എറണാകുളത്തൊരു വീഡിയോ ഉണ്ട്. അതിന് ഇവനും വരും രാവിലെ. ഇതേ അവിടെ നടന്നു വരുന്ന പയ്യൻ. ഇവൻ എങ്ങോട്ട് പോകുന്നു? എവിടെ നിൽക്കുന്നുണ്ടോ? വണ്ടി വേറെതാണോ അറിയുന്നില്ല. ഞാൻ ഓർത്ത് ഹോണ്ടഡ് വണ്ടി പിടിക്കാൻ നിന്ന്. ഹോണ്ടഡ് വണ്ടി സുമതി പേഴ്സണലായിട്ട് യൂസ് ചെയ്യുന്നത്. അതാണ് ഒടുക്കാത്ത AC ഉപയോഗിച്ച് ഇപ്പൊ AC വർക്ക് ആവുന്നില്ല. അത് ഓവർ ഹീറ്റ് ആകുന്നതാണ്. പോയി സാധനം തന്നെ ആം റെസ്ലിംഗ് സ്ഥലത്ത് കൊണ്ടുവന്നു. അവിടെ നല്ല നിരക്ക് കാണുന്നുണ്ട്. എനിക്ക് ഉറക്കം വന്നിട്ട് വേണം. അവിടെ ആൾക്കാർ സ്ട്രാപ്പൊക്കെ പിടിച്ചോണ്ട് എന്തൊക്കെ ചെയ്യുന്നു. അവിടെ പ്രൊഫഷണൽ പിള്ളേരാണെന്ന് തോന്നുന്നു. ഞാൻ ലൈറ്റ് വെയിറ്റ് ഇല്ല, ഞാൻ ഹെവി വെയിറ്റാ. എവിടെയാ? സ്ട്രാപ്പോ വലിച്ചെറിഞ്ഞ് ഇതാകുമ്പോ നിങ്ങള് തോക്കുന്നവരെ കൈ ജോഡിയിട്ടിരിക്കും. അത് പ്രൊഫഷണൽ മീറ്റായി പോയല്ലോ. ആലപ്പുഴ ജില്ലാ ആംസ് റെസ്ലിംഗ് അസോസിയേഷന്റെയും അയൺ സംയുക്ത പ്രാക്ടീസാണ് നാഷണൽ തലങ്ങളിൽ വരെ പങ്കെടുക്കുന്ന ഈ പ്രാക്ടീസ് പൊതുജനങ്ങൾക്ക് വേണ്ടി ഒരെണ്ണം കൂടി
ഡേഞ്ചറസ് പൊസിഷൻ 55 kg 52 kg പോയി സാധനം ലെഫ്റ്റ് ആണ് പിടിക്കാൻ ഒരു പയ്യന്മാർ 6 പേർ പിടിക്കുകയാണ് പ്രതീക്ഷയുടെ സ്പീഡായിരിക്കും പൂരപ്പറമ്പിലാണിത് അങ്ങോട്ട് വലിക്കുന്നുണ്ട് അറിയാ ഇല്ല ആ സ്പീഡ് അടിക്കില്ല അർജുന്. എന്റെ ചാർജർ എൻ്റെ റെഡി ഗോ ഒന്നും വേണ്ട. റെഡി ഗോ ഇല്ലെന്ന് തോന്നുന്നു. ഞാൻ നോക്കിയിട്ട് പറയാം. ഞാൻ നോക്കാം. ഞാൻ പരമാവധി പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കേവലബായി നാഷണൽ പ്ലെയർ, കേവലബായി നാഷണൽ ചാമ്പ്യൻ. എല്ലാവരും ഇവിടെ നാഷണൽ മാത്രമേ ഉള്ളൂ ഇവിടെ. ഗോ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഈ ജാഗൻസ് ഒക്കെ എനിക്ക് മനസ്സിലാവുന്നില്ല. ജാഗൻസ്, ആം റെസ്ലിംഗ് ജാഗൻസ്. ഓക്കെ ഗോ ഷോൾഡർ റേറ്റ്. ആ നൈസ്. പിന്നെ ഉണ്ടോ ഇത്? കണ്ണ് മാറ്റല്ലേ, കയ്യിൽ നിന്ന് കണ്ണ് മാറ്റല്ലേ. അങ്ങോട്ട് നോക്കണമൊക്കെ മനസ്സിലായി. തളർന്നിരിക്കുക. ട്രൈസെപ്സ് ഒക്കെ ഫുള്ളി എൻഗേജ്ഡ് ആണ് ഇപ്പോൾ. അവർ പിടിക്കട്ടെ, ഞാനിപ്പോൾ കുറച്ച് നേരം ഇവിടെ നിൽക്കാം. എൻ്റെ ട്രൈസെപ്സ് ഒക്കെ ട്രൈസെപ്സ് അല്ല, എൻ്റെ ഫോറാംസ് ഒക്കെ കൊടുക്കുന്നത് എൻഗേജ്. എനിക്കിത് മടങ്ങുന്നില്ല കൈ. അത്രയ്ക്ക് കുഴപ്പമൊന്നുമില്ല. ടൈറ്റ് ആയി കഴിഞ്ഞാൽ അങ്ങനെ വെച്ചാൽ വെള്ളം കുടിക്കേണ്ടി വന്നു ബോയ്സ്. അമ്മരെ കൊടുക്കത്തെ ബുദ്ധിമുട്ട് അമ്മരൊക്കെ പിടിക്കാൻ. ഞാൻ ഏകദേശം എങ്ങനെയെങ്കിലുമൊക്കെ ഒരു തിരക്കില്ലാതെ പെർഫോമൻസ് ചെയ്തു. എനിക്ക് കുറച്ചുകൂടി നല്ലതായിട്ട് പിടിച്ചത് ഞാൻ എൻ്റെ പീക്ക് പൊസിഷനിലായിരുന്നെങ്കിൽ കുറച്ചുകൂടിയൊക്കെ ഫോർ ആംസ് കുറച്ചുകൂടി ടഫാക്കിയിട്ട് ഞാൻ കൊണ്ടുവന്നേനെ. ജോസഫ് അവനുമായിട്ട് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം. ടച്ച് ജോസഫ് തോറ്റ് കഴിഞ്ഞിട്ട് ഉദാസനായി നിൽക്കുന്നത്. തോറ്റുകൊണ്ടാണ് ഈ മോഹം ഇത്ര മാടിപ്പോയത്. ജോസഫ് ജയിക്കുമോ? യെസ്. ഇവിടെ 18 വയസ്സ് താഴെയുള്ള ഒരു ചാമ്പ്യൻ നാഷണൽ ചാമ്പ്യൻ. അവൻ്റെ കൈ ഞാൻ കാണിച്ചു കേട്ടോ. അവൻ്റെ ഫേസ് നമ്മൾ കാണിക്കുന്നത്. സാധാരണ എൻ്റെ കൈക്ക് മിക്കതും വലുതായിട്ടിരിക്കണ്ടേ, ഇവൻ്റെ കയ്യിൽ എന്നെക്കാട്ടി നല്ല വലിപ്പമുണ്ട്. പക്ഷേ ഈ കൈയിൽ ഇങ്ങനെ പിടിക്കാതെ ഇങ്ങനെ തുറന്നു പോയിക്കൊണ്ടിരിക്കുക. തുറന്ന് സത്യം പറഞ്ഞാൽ എൻ്റെ ശ്രദ്ധയെ വിട്ടുപോവുക, തുറന്നു പോരുന്നുള്ളത്. ചേട്ടായുടെ ആംഗിൾ സ്ട്രോങ് ആ, പക്ഷേ റിസ്റ്റ് ഇങ്ങനെ തുറന്നു പോയി കഴിഞ്ഞാൽ പിന്നെ ഓൾറെഡി അവന്മാരെ പിടിക്കാൻ പാട്, തുറന്നു പോയി കഴിഞ്ഞാൽ ഒടുക്കത്തെ പാട്. ഇവിടെ ബോയ്സ്, നമ്മൾ കുറെ നാൾക്ക് ശേഷം ഈ കടയിൽ എത്തിയിരിക്കുകയാണ്. കുറച്ച് നൂൽ പൊറോട്ടയാണ്, റുമാലി പൊറോട്ടയും ചിക്കനും കഴിക്കും. ഇതിൻ്റെ ടേസ്റ്റ് ഇപ്പം എങ്ങനെയാണെന്ന് നോക്കാം. കുറേ നാളായി ഇവിടെ ഞാൻ കഴിക്കുന്നത്. കുറച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചേരുവ കുറേ കഴിച്ചു കഴിഞ്ഞാൽ നാളെ രാവിലത്തേക്ക് അറിയില്ല. നിനക്ക് കുഴപ്പമില്ല, അത് കഴിച്ചോ. അവിടെ മൈക്ക് ഇങ്ങനെ പറയണോ? ഹലോ ഹലോ ഹലോ. കുറച്ചുകൂടെ അകത്തോട്ട് നോക്കുമോ? ഇനിയും പോയാൽ വേറെ എൻ്റെ കൈ നേരെ ആവുന്നില്ല കേട്ടോ. എന്നുവെച്ചാൽ നേരെ ആവുന്നുണ്ട്, പക്ഷെ നല്ല വേദന. വേറെ പണിയില്ലായിരുന്നു. ഇതിൻ്റെ റിഡംഷൻ ആർക്കാണ് ചെയ്തേനെ, പക്ഷേ സമയമില്ല. ഞാൻ വീട്ടിലില്ല, അതൊരു കുഴപ്പം. നമ്മൾ ഓൾറെഡി ജനറ്റിക്കലി ഗിഫ്റ്റഡ് ആയതുകൊണ്ട് ചെയ്യാം. അല്ലത് ബോയ്സ്, നമ്മൾ വീട്ടിലെത്തി. നമ്മളെന്തായാലും നമ്മുടെ ആം റെസ്റ്റർ ജോസഫ് ഒന്ന് ചെയർ പൊക്കി നോക്കട്ടെ. ചെയർ ഇതുവരെ ആരും പൊക്കിയിട്ടില്ല കേരളത്തിൽ.
അപ്പോൾ ആം റെസ്റ്റർ അവൻ്റെ ഹാൻഡ് പവർ ഇതിലോട്ട് ട്രാൻസ്ലേറ്റ് ആവുകയില്ലേ? ഞാനിപ്പോൾ ചെയ്ത് കാണിക്കും. നോക്കാല്ലേ, റെസ്റ്റ് മടങ്ങിപ്പോവും. അത് കുഴപ്പമില്ല, മടങ്ങിയാൽ കുഴപ്പമില്ലല്ലോ. ഇല്ല കമോൺ. ഈ കൈ നോക്കട്ടെ. ഇല്ല, പറ്റത്തില്ല. നീ ചെയ്യുമെന്നും പറഞ്ഞല്ലേ ഞാൻ കൊണ്ടുവന്നത്. ഒരു ദിവസം ചെയ്യും. ഒരു ദിവസം ചെയ്യും. അതിന് ചയർ വീട്ടിൽ കൊടുത്ത് വിട്ടേണ്ടി വരും. കൈ വേദന എടുക്കുന്നു പഞ്ച് പിടിച്ചിട്ട്. പൊക്കെ നോക്കിയോ. Come on, let's go. I still have it. നെയ്യോ പറയാ ആയില്ല. അച്ഛൻ പൊക്കാൻ താല്പര്യപ്പെടുന്നല്ലോ. അച്ഛൻ പൊക്കുന്നു. അച്ഛനെ കൊണ്ടും പറ്റിയില്ല.